ഹായ് ഫ്രണ്ട്സ്, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്നും ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഇപ്പം നമുക്ക് ഈ ഗ്യാസിനൊക്കെ കുറച്ച് ഷോർട്ടേജുള്ള സമയമല്ലേ. അപ്പം അങ്ങനെയുള്ളപ്പം എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് കറികളൊന്നും അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് ഉള്ള സമയക്കുറവോ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ വയ്യെങ്കിലോ എളുപ്പം ഇങ്ങനെ ഒരു കറി ഉണ്ടെങ്കിൽ എളുപ്പമാണ്, എന്നാൽ ടേസ്റ്റാണ്, വളരെ കംഫർട്ടിംഗ് ആണ്. പിന്നെ ഒരു ഭയങ്കര ഒരു സ്ട്രോങ് ഫ്ലേവർ അങ്ങനെയൊന്നുമല്ല, വളരെ കംഫർട്ടിംഗ് ആയിട്ടുള്ള, എന്നാൽ നമുക്ക് മിക്കവർക്കും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു വിചാരം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. മറ്റൊന്നുമല്ല, മഷ്റൂം റൈസാണ്. മഷ്റൂം മാത്രം ഒന്ന് മേടിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ കാണും. അപ്പോൾ എളുപ്പം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ട്രാവൽ ചെയ്ത് വന്നിട്ട് പെട്ടെന്നൊന്ന് ക്വിക്കായിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്നതിന് മുന്നേ പെട്ടെന്നൊന്നും ഉണ്ടാക്കണമെങ്കിലോ, അല്ലെങ്കിൽ പറഞ്ഞ പോലെ പിള്ളേർക്ക് ലഞ്ച് ബോക്സിലാണല്ലോ ഒരു വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന പോലെ അങ്ങനത്തെ ഒരു റൈറ്റാണിത്. എന്താണെങ്കിലും ഞാൻ ഈ മഷ്റൂം റൈസ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഞാൻ ഈ ബട്ടൺ മഷ്റൂമാണ് എടുത്തേക്കുന്നത്. ഒരു 400 ഗ്രാം ഉണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ ഒരു 4 വലിയ സവോള തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെക്കുക. എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അത് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഈ സവോള ഇട്ട് ഇത്തിരി ഉപ്പ് ഇട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ സവോള വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ഇതിനാവശ്യമായിട്ടുള്ള അരി കഴുകി എടുത്തിട്ട് വേഗം വയ്ക്കാം. ഞാനിവിടെ 1.5 ഗ്ലാസ് ജീര റൈസാണ് എടുക്കുന്നത്. അത് നന്നായിട്ട് വാഷ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിൽ കുക്കറിൽ വെച്ച് ഒരു വിസിൽ വന്നിട്ട് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഓഫ് ചെയ്തിട്ട് ആവി പോകാനായിട്ട് അങ്ങനെ ഇരിക്കട്ടെ. ആ സമയത്തേക്ക് നമ്മുടെ സവോള നന്നായിട്ട് വഴണ്ട് വന്നോളും. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് വഴണ്ടതിന് ശേഷം ഒരു 1-1.25 ടീസ്പൂണ് ഗരം മസാലയും എരിവിന് ആവശ്യമുള്ളതുപോലുള്ള കുരുമുളക് പൊടിയും ഇതിലേക്ക് ചേർക്കാം. ഓരോ ഗരം മസാലയും വ്യത്യാസം ഉണ്ടായിരിക്കും. ചിലത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ട് അതനുസരിച്ച് ചേർത്തോളുക. ഏതാണേലും പൊടികളുടെ പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മഷ്റൂം അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കുക. മഷ്റൂമിൽ നിന്ന് വെള്ളം ഇറങ്ങും. അത് നന്നായിട്ട് വറ്റി നല്ല റോസ്റ്റ് ആകുന്നത് പോലെ വേവിച്ചെടുക്കുക. അടച്ചു വെക്കുക, ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ നന്നായിട്ട് വെന്ത് വരുമ്പോൾ അതിൻ്റെ അളവൊന്ന് കുറയും. അപ്പോഴത്തേക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോണം കറക്റ്റാണോ എന്ന്. നമ്മൾ റൈസിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിങ്ങനെ റോസ്റ്റ് ചെയ്ത് വെച്ചാൽ ഇതിങ്ങനെ തന്നെ നമുക്ക് ചോറിനോ ചപ്പാത്തിക്കൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു കറിയാണ്. ആക്ച്വലി ഇതിനകത്ത് വേറെ ഒന്നും എക്സ്ട്രാ ചേർക്കേണ്ട, ജിഞ്ചർ ഗാർലിക് പേസ്റ്റോ പച്ചമുളകോ വേറെ മസാലാസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ നല്ലൊരു കറിയാണ്. പിന്നെ ഇത് നമ്മളിപ്പോൾ മഷ്റൂം റൈസായിട്ട് ചെയ്യുമ്പം അതും ഒരു ടേസ്റ്റാണ്. പിന്നെ ഇതിന് വേറെ സൈഡ് ഡിഷൊന്നും ആവശ്യമില്ല. ആക്ച്വലി ഇത് തന്നെ മതി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വെജോ നോൺ വെജോ സൈഡ് ഡിഷ് കൂട്ടി കഴിക്കാവുന്നതാണ് ആവശ്യമുണ്ടെങ്കിൽ. ഞാൻ ഏതായാലും ഇതിന് കുരുമുളക് ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഇന്ന് കുരുമുളക് കുപ്പി താഴെ പോയി. ഫുള്ള് കുരുമുളകും താഴെ വീണു, വേസ്റ്റായി. ഏതായാലും ഇതിനാവശ്യമുള്ളത് കിട്ടി. അത് കഴിഞ്ഞാണ് പൊട്ടിയത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ കുരുമുളക് പൊടി വീണ്ടും കുരുമുളക് പൊടിച്ചെടുക്കേണ്ടി വന്നേനെ. അതങ്ങനെ പോയി. എന്താണെങ്കിലും നമ്മുടെ മഷ്റൂം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് കറക്റ്റ് ഇതുപോലെ ആകുമ്പോഴത്തേക്കും ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഇത്രയും കൂടെ നെയ്യ് ചേർക്കാവുന്നതാണ്. അത് ഓപ്ഷണലാണ്. ചേർക്കണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ സമയം കൊണ്ട് നമ്മുടെ ചോറും വെന്തിരിക്കുമായിരുന്നു. അത് തീ ഓഫ് ചെയ്ത് വെയിറ്റോടെ തന്നെ അങ്ങനെ വെച്ചേക്കുമായിരുന്നു. ഇപ്പോൾ ആവിയെല്ലാം പോയപ്പം തുറന്നപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഉപ്പ് മാത്രമേ ചേർത്ത് വേവിച്ചിട്ടുള്ളൂ. വേണമെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം നമ്മൾ വേകാനായിട്ട് വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്തിരി എണ്ണ ഒഴിക്കുക. ഒട്ടിപ്പിടിക്കും എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ എണ്ണയും നെയ്യൊന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ ഈ മഷ്റൂമിലേക്ക് ഈ ചോറ് ചേർത്ത് കുഴയാത്ത രീതിയിൽ മെല്ലെ ഒന്ന് ഇളക്കിയെടുക്കുക. തീ വളരെ കുറച്ച് വയ്ക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂടി ഒരു 5 മിനിറ്റ്, അടിക്ക് പിടിക്കാത്ത രീതിയിൽ ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അങ്ങനെ തന്നെ മൂടി കുറച്ച് നേരം ഇരുന്നിട്ട് സെർവ് ചെയ്യുക ചൂടോടെ തന്നെ. ഞാൻ പറഞ്ഞ പോലെ നല്ല കംഫർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. വേറെ കറിയൊന്നും വേണമെന്നില്ല. എന്താണെങ്കിലും ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിൽ ഈ മഷ്റൂം റൈസ് ഒന്ന് ഉണ്ടാക്കി നോക്കൂ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതിൻ്റെ മീതെ മല്ലിയിലയൊന്നും വിതറണമെന്നില്ല. പിന്നെ വേണമെങ്കിൽ ചെയ്യാം, അതില്ലെങ്കിലും ആസ് ഇറ്റ് ഈസ് ഇറ്റ്സ് ഗുഡ്.
റൈസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. കണ്ടില്ല, ഭയങ്കര ഈസിയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഭയങ്കര കംഫർട്ടിങ് ടേസ്റ്റാണ്. എന്താണെങ്കിലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും സന്തോഷമായിരിക്കുക. ഒരുപാട് സ്നേഹത്തോടെ ബൈ.